വാർത്തകൾ പരക്കുന്നു. സോഷ്യൽ മീഡിയകളിലൂടെ പരക്കുന്ന വാർത്തകൾ അന്വേഷണ സംഘത്തിന് തലവേദന സൃഷ്ടിക്കുന്നു. കൊടിഞ്ഞിയിലെ ഫൈസൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയ വഴിയും മറ്റും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളെ പോലീസ് പിടികൂടിയെന്നും ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നെന്നുമുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ ചൊവ്വാഴ്ച കൊടിഞ്ഞിയിലേക്ക് ധാരാളം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവം നടന്ന് 2 ദിവസമായിട്ടും കേസിൽ ഒരു പ്രതിയെ പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൊണ്ടോട്ടി സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഹനീഫക്കാണ് കേസിന്റെ ചുമതല. സമീപത്തെ കടയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ സൂചന പ്രകാരം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തവരെയും ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ചും ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം തുടരുകയാണ്. വ്യാജവാർത്തകൾ പോലീസിന്റെ അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്നാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വെട്ടം ന്യൂസ്, താനൂർ. ഫൈസലിന്റെ വീട്ടിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ലീഗ് നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണിയും സന്ദർശനം നടത്തി. കൊടിഞ്ഞിയിൽ കൊല്ലപ്പെട്ട ഫൈസലിന്റെ വീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദർശിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു കാന്തപുരത്തിന്റെ സന്ദർശനം. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നും ജനങ്ങൾ സമാധാനം പാലിക്കണമെന്നും സംഭവത്തിന് ഉത്തരവാദികളായ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. എല്ലാവരും വളരെ ക്ഷമ പാലിക്കണം. അച്ചടക്കരഹിതമായ വാക്കുകളോ പ്രവർത്തികളോ ഉണ്ടാകാൻ പാടില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇതിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ്. ഗവൺമെൻറ്, പോലീസ് അതിനെ പ്രതികളെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രദേശത്ത് സമാധാനം തകർക്കുവാനുള്ള ശ്രമങ്ങളെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും ആത്മസംയമനം പാലിക്കണമെന്നും നാടിന്റെ സമാധാനവും ശാന്തിയും കാത്തു സംരക്ഷിക്കണമെന്നും മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു. ഒരു മനുഷ്യന് ഏത് മതവും സ്വീകരിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു സംഭവത്തിൻ്റെ പേരിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പേരിൽ ഒരിക്കലും തന്നെ സാമുദായിക സൗഹാർദ്ദം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഘടനകളോ ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും കൃത്യത്തിന് ഒരിക്കലും ഒരു നാട്ടിലെ സാമുദായിക സൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന ഒരു സമീപനവും ഉണ്ടാകാൻ പാടില്ല.